ഒരു കോളേജിലെ ദിയ നീ പെൺകുട്ടി അവിടേക്ക് പുതുതായി വന്ന രോഹിത് എന്ന പയ്യനെ ആദ്യമായി കണ്ടതും അവളുടെ ഹാർട്ട് ബീറ്റ് കൂടി അവൾക്ക് അവനെ ഇഷ്ടമാകുന്നു. അവൻ തിരിഞ്ഞു നോക്കിയതും അവൾ ഷോക്കായി പെട്ടെന്ന് തല താഴ്ത്തി. ലാബിൽ വെച്ച് ടെസ്റ്റ് ട്യൂബ് നോക്കാതെ അവൾ രോഹിത്തിനെ നോക്കി നിന്നത് കാരണം അത് പൊട്ടിത്തെറിച്ചു. മനോഹരമായി ചിത്രം വരക്കാൻ കഴിവുള്ള രോഹിത്ത് അവൻ വരക്കുന്ന ചിത്രങ്ങൾ ആ കോളേജിലെ നോട്ടീസ് ബോർഡിൽ ഇടുന്നു. ഇത് കണ്ട ദിയ മറ്റാരും കാണാതെ ആ ചിത്രങ്ങൾ എടുത്ത് വീട്ടിലേക്ക് പോകുന്നു. ഓരോ ദിവസവും അവൻ വരക്കുന്ന ചിത്രങ്ങൾ കാണാതാകുന്നത് കണ്ട് അവനും കാര്യം മനസ്സിലായില്ല. എങ്ങനെയെങ്കിലും അവനോടൊന്ന് സംസാരിച്ച് കാര്യം പറയാൻ വേണ്ടി അവൾ വീട്ടിൽ നിന്നും എല്ലാം പറഞ്ഞ് പ്രാക്ടീസ് ചെയ്ത് കോളേജിലേക്ക് പോകുമെങ്കിലും അവൻ അവളെ നോക്കിയാൽ ഭയന്ന് വിറച്ച് അവൾ മാറിപ്പോകുന്നു. പക്ഷേ കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം രോഹിത് കോളേജ് വിട്ടുപോയ കാര്യം അറിഞ്ഞ് ദിയ ആകെ ഷോക്കാകുന്നു. അങ്ങനെ 3 വർഷങ്ങൾ കടന്നുപോയി ആ പെൺകുട്ടി വീട്ടിലേക്ക് പോകാൻ ലിഫ്റ്റിൽ കയറിയപ്പോൾ അവിടേക്ക് രോഹിത് വരുന്നു. ഈ സമയവും അവനോട് സംസാരിക്കാൻ ഭയം തോന്നിയവൾ പെട്ടെന്ന് പുറത്തേക്ക് ഇറങ്ങിയതും രോഹിത് അവളെ പിന്നിൽ നിന്നും വിളിച്ചു. ശേഷം നീ എന്റെ കോളേജിലല്ലേ പഠിച്ചിരുന്നതെന്ന് ചോദിച്ച് അവർ സംസാരിച്ചപ്പോൾ അവൻ യഥാർത്ഥത്തിൽ താമസിക്കുന്നത് അവളുടെ റൂമിന് തൊട്ടപ്പുറമാണ്. അങ്ങനെ ദിവസവും പരസ്പരം കണ്ട് അവർ സംസാരിച്ച് അവരിപ്പോൾ നല്ല കൂട്ടാകുന്നു. പക്ഷേ ഒരു ദിവസം അവളുടെ വീടിന് മുന്നിൽ ഒരു പാക്കേജ് വരുന്നു. അതവൾ തുറന്നു നോക്കിയാൽ അത് മുഴുവൻ രോഹിത് വരച്ച അവളുടെ ചിത്രങ്ങളാണ്. കാരണം കോളേജിൽ പഠിക്കുമ്പോൾ തന്നെ അവളെ രോഹിത്തിനും വളരെയധികം ഇഷ്ടമായിരുന്നു.